ആനന്ദം സിനിമ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ കയറിക്കൂടിയതാണ് ഹംപി. ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി തുംഗഭദ്രയും കടന്ന് ഹംപി എന്ന വിജയനഗര സാമ്രാജ്യത്തിലേക്ക് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയായി. എങ്ങനെയുണ്ട് ഈ ഇൻട്രോ? പൊളിച്ചില്ലേ? ഹംപി ആയതുകൊണ്ട് ഒരു സിനിമാറ്റിക് എഫക്റ്റിന് വേണ്ടി പുതിയൊരു ഇൻട്രോ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏർലി മോർണിംഗ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഉച്ചയോടുകൂടി ഞങ്ങൾ ഹംപി എത്തി. ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. റിവ്യൂ ഒക്കെ നോക്കി നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. റിവ്യൂ നോക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മിസ് ചെയ്തു. ഞങ്ങളിത് വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. രാഹുൽ കേർഡ് റൈസും ഞാൻ മീൽസും ആണ് കഴിച്ചത്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്റ്റേയിലോട്ട് പോയി. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് തുംഗഭദ്ര റിവർ ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഞങ്ങളുടെ സ്റ്റേ ഒക്കെ ഇവിടെയാണ്. പണ്ടത്തെ ഹിപ്പി ഐലൻഡ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ കുറേ റിസോർട്ട്സും കുഞ്ഞു കുഞ്ഞു സ്റ്റേയ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച ഭാഗമാണ് നമ്മളുടെ ഹംപി ടൗൺ വരുന്നത്. അവിടെയാണ് നമ്മളുടെ ആർക്കിയോളജിക്കൽ സൈറ്റ്സും റൂയിൻസും ഒക്കെ ഉള്ളത്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹംപിയിൽ ഇപ്പോൾ നല്ല തണുപ്പോ അല്ലെങ്കിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണെന്ന്. പക്ഷെ അല്ല, നല്ല ചൂടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉരുകുന്ന പോലത്തെ ചൂടാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേയിലെത്തി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടുപിടിച്ചൊരു സ്റ്റേ ആണ്. ഇതിപ്പോൾ മറ്റേ പറയില്ലേ, സിനിമയിലെ ഡയലോഗ് പറയില്ലേ, എൻ്റെ ഐഡിയ ആയിപ്പോൾ ഇല്ലേ കാണിച്ചു തരാമായിരുന്നു എന്ന്, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്താണെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഇതാണ് ഈ സ്റ്റേയിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് വരുന്നത്. അവരുടെ പ്രോപ്പർട്ടി കൂടി തന്നെ ഒഴുകുന്ന ഒരു ചെറിയൊരു അരുവി പോലത്തെ. അവരത് നന്നായിട്ട് മെയിൻറ്റെയിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് അവർക്ക് അതായത് അവരുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്നത് പോലെ നമുക്ക് അവിടെ സ്നാക്സൊക്കെ ഇരുന്ന് കഴിക്കാം. വന്നപ്പോൾ എനിക്ക് നല്ല ആവേശമായിരുന്നു കേട്ടോ ഇതിൽ ടേബിളിൽ അവിടെ ഇങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കാനായിട്ട്. പക്ഷേ അതിൻ്റെ സൈഡിൽ ഞാനൊരു ക്രാബിനെ കണ്ടു. അപ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങാൻ പേടിയായി. പക്ഷെ അതങ്ങനെ നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരുമൊന്നുമില്ല. അതിൻ്റെ ദൂരത്ത് എവിടെയോ ആണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയൊരു പേടി തോന്നി, ഇനി ഇതുപോലെ ക്രാബ്സ് വരുമോ എന്നൊക്കെ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഞാൻ ചെയറൊക്കെ ഇട്ട് ഞങ്ങളവിടെ ഇരുന്ന് ഒരു ജ്യൂസും ചായയൊക്കെ ഓർഡർ ചെയ്തു. ഹംപിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയത് വിജയവിത്തല ടെമ്പിളാണ്. നമ്മളുടെ 50 രൂപ നോട്ടിലെ സ്റ്റോൺ ചാരിറ്റില്ലേ, അത് അവിടെയാണുള്ളത്. അവിടെ എത്തി പാർക്കിങ്ങിൽ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പിംഗ് കാർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുക്കാനൊരു കൗണ്ടർ ഉണ്ട്, അവിടെ പോയി. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ മുകളിൽ അമ്പലത്തിൽ നമുക്ക് വിജയവിത്തല ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോവാം. ഒന്ന് നമുക്ക് നടന്നു പോവാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഗോൾഫ് കാർട്ടും അല്ലാത്ത വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാശ് കൊടുത്ത് നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. അപ്പം വെയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർട്ട് എടുത്തിട്ടാണ് പോയത്. ഹംപിയിലെ ഏറ്റവും വലുതും ഏറ്റവും ഫേമസും ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ പ്ലേസാണ് വിജയവിത്തല ടെമ്പിൾ എന്ന് പറയുന്നത്. 1400കളിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന കുറച്ച് കേടുപാടുകളും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ കൽമണ്ഡപങ്ങളും ചെറിയ ചെറിയ അമ്പലങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഈ കൽമണ്ഡപത്തിലോട്ടൊക്കെ കയറിയിരിക്കുമ്പോൾ നല്ല തണുപ്പാണ്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ 50 രൂപ നോട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കല്ല് കൊണ്ടുള്ള രഥം നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇങ്ങനത്തെ 3 രഥങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ഹംപിയിലും, പിന്നെ ഒന്ന് നമ്മളുടെ ഒഡീഷ കൊണാർക്ക് സൺ ടെമ്പിളിലും, പിന്നെ മഹാബലിപുരത്തുമാണുള്ളത്. അങ്ങനെ 3 കൽരഥങ്ങളും കാണാനുള്ളൊരു ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടി. ഈ കാണുന്നത് പോലെ എല്ലാ മണ്ഡപത്തിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. കുഞ്ഞു കുഞ്ഞ് ഈ കൽപ്പണികളൊക്കെ കാണാനും നമുക്കത് കാണുമ്പോൾ അതെന്താണ് സ്റ്റോറി മീൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മെയിൻ കൽമണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റും. ഇതാണ് പറഞ്ഞ വെള്ളം ഒഴുക്കുന്നു. അപ്പോൾ ഈ ലൈറ്റ് കണ്ട, ഈ ലൈറ്റ് ഒന്ന് ആ വെള്ളത്തിൽ ലൈറ്റ് അടിച്ചിട്ട് ഇവിടെ ഫുള്ള് പ്രകാശമായിരിക്കുന്നു. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് നല്ല നല്ല ഫ്രെയിംസാണ്. ഒത്തിരി കൽമണ്ഡപങ്ങളും അതിലെ വർക്കും പിന്നെ ഇങ്ങനെ പച്ചപ്പും ഒക്കെ കാണുമ്പോൾ എല്ലാം നല്ല അടിപൊളി വ്യൂ ആണ്. ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നിന്ന് കാണാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് എടുക്കാം. നെക്സ്റ്റ് ഞങ്ങൾ ക്വീൻസ് ബാത്തിലോട്ടാണ് പോയത്. അവിടെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ഡോറാണ്, ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡോറ്. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ നമുക്ക്? ഇതാണ് മഹാനവമി ദിബ അല്ലെങ്കിൽ നവരാത്രി പ്ലാറ്റ്ഫോം. അതായത് രാജാവ് നവരാത്രി ടൈമിൽ നവരാത്രി സെലിബ്രേഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ചേംബറാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ മോണമെൻറ്റ്സും കാണാൻ പറ്റും. അതായത് ഷേപ്ഡ് ഒരു ടാങ്ക് ഉണ്ട്, ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഈ ചേംബറിൻ്റെ പുറത്ത് ഫുള്ള് ഇങ്ങനെ കൊത്തുപണികളാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് സർഫസ് ആയിട്ട് തോന്നും, പക്ഷേ അടുത്തുനിന്ന് വരുമ്പോൾ ഫുള്ളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊത്തുപണികളാണ്. ഇത് ഓരോ സ്റ്റോറീസാണ്, ഈ നവരാത്രിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റോറീസാണ്. പിന്നെ ഇത് നമ്മളുടെ ഷേപ്ഡ് ടാങ്ക്, അങ്ങനെ പിന്നെ ഇത് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി, അതായത് നമ്മളുടെ സ്റ്റെപ്പ് വെല്ല്, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് വെല്ലിലോട്ട് വെള്ളം കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ഒരു ചാനൽ പോലത്തെ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സ്ട്രക്ചറാണിത്. ഈ ഒരു റോഡിലോട്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 2 വശത്തുമായിട്ടും കുറേ മോണമെൻറ്റ്സും ഒക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ ക്വീൻസ് ബാത്ത് കണ്ടതുപോലെ കിങ്സ് ബാത്ത് ഉണ്ട്, പിന്നെ പല പല ടെമ്പിൾസ് ഉണ്ട്, പിന്നെ നമ്മുടെ റൂയിൻസിൻ്റെ ഒരു എക്സിബിഷനും ഒക്കെ ഉണ്ട്. ഇത് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഹംപിയിൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ റോക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ബോൾഡേഴ്സ് എന്നാണ് ഇവരിതിന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാമായണത്തിൽ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്, സുഗ്രീവനും ബാലിയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ കല്ലുകളാണ് ഇവിടെ ഇങ്ങനെ ഈ റോക്ക് ഫോർമേഷൻസിൽ രൂപപ്പെട്ടതെന്നാണ് സ്റ്റോറി. പിന്നെ ഹംപിയിലൊരു കാഴ്ചയാണ് ഈ സൈക്കിളിലുള്ള ടൂറിസം. അതായത് നമുക്ക് അവിടെ നിന്ന് സൈക്കിൾ റെൻ്റ് എടുത്തിട്ട് സൈക്കിൾ ചവിട്ടി ഓരോ ലൊക്കേഷനിലും പോകാം. കാരണം എല്ലാ ലൊക്കേഷൻസും ഇങ്ങനെ അടുത്തടുത്താണ് കിടക്കുന്നത്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിരൂപാക്ഷ ടെമ്പിളാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയി. എന്നാലും നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അമ്പലത്തിന് ചുറ്റും ഉള്ളിലും ഒക്കെ ആയിട്ട് നമ്മളുടെ ലങ്കൂർ മങ്കീസ് ഒത്തിരി ഉണ്ടായിരുന്നു. അതിങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കുകയൊന്നുമില്ല, പക്ഷെ ആൾക്കാർ അതിനെ ഫീഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാറിയാണ് നടന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ 2 ലെയറായിട്ടാണ്. ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ് ഉള്ളിലാണ് ടെമ്പിൾ വരുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഉള്ളിലൊന്നും കയറിയില്ല. പിന്നെ ഹംപിയിൽ എല്ലാവരും ചെയ്യുന്നത് കുറച്ച് നല്ല അടിപൊളി കഫേസ് ഉണ്ട്. അപ്പോൾ സൺസെറ്റൊക്കെ ആവാറാകുമ്പോൾ ഈ കഫേസിലൊക്കെ ഇരുന്നാൽ നമുക്ക് സൺസെറ്റിൻ്റെ വ്യൂവും കിട്ടും. നമുക്ക് അത്യാവശ്യം കോഫിയോ സ്നാക്സോ ഒക്കെ കഴിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി റിവ്യൂ എടുത്തിട്ട്
പോയൊരു ലൊക്കേഷനാണിത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ പാടത്തിൻ്റെ നടക്കുന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സ്ഥലത്ത്, കുറച്ച് റിമോട്ടായ ഒരു സ്ഥലത്താണ്. കുറച്ചധികം ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്കിവിടെ എത്താൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആംബിയൻസ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഈവനിങ് സൺസെറ്റൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല ലൊക്കേഷനായിരുന്നു അത്. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ഐഡിയ ആയി പോയി, ഇല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്നത്. ഇതാണ് റീസൺ. ഇൻസ്റ്റയിൽ കാണിച്ച റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു, പക്ഷേ അത് ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള റൂമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോൾ റൂമൊക്കെ ഭയങ്കര ശോകമായിരുന്നു. വാഷ്റൂമിൽ നിന്ന് ഭയങ്കര സ്മെല്ലും, പിന്നെ ഈ മേൽക്കൂരയിൽ നിന്ന് ഇങ്ങനെ പൊടികളൊക്കെ വീണ് താഴെ ഭയങ്കര പ്രാണികളും ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ വാഷ്റൂം എന്ന് പറയുന്നത് അതിനേക്കാളും ശോകമാണ്. രാത്രി ഞാൻ എപ്പോഴോ വാഷ്റൂം പോയ സമയത്ത് അവിടെ 2 വലിയ എലികൾ, അതായത് നമ്മുടെ പെരിച്ചാഴി എന്ന് തന്നെ പറയാം, അങ്ങനത്തെ വലിയ 2 എലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയോ 2 ദിവസം ബുക്ക് ചെയ്ത് 2 ദിവസം എങ്ങനെയോ അവിടെ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ വെക്കേറ്റ് ചെയ്തു അവിടെ നിന്ന്. അടുത്ത ഞങ്ങളുടെ സ്റ്റേ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. അത് കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത വീഡിയോ എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.